ഉദാത്തമായ ഭാരതീയ സംസ്കൃതിയോടും ദേവഭാഷയായ സംസ്കൃതത്തോടുമുള്ള വിശാലിൻ്റെ താല്പര്യം, ചെറുപ്രായത്തിലേ ഉണ്ടായിരുന്ന താല്പര്യം, അതാണ് അവനെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനം എന്ന തിരിച്ചറിവിലേക്ക്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലേക്ക് എത്തിച്ചത്. ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം, അവൻ്റെ അച്ഛൻ പറയുന്നു, വേദനയോടെ പറയുന്നത്, ഏത് സമയത്തും പഠന സമയം കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ സംസ്കൃതം പഠിക്കാനും ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കാനുമായിരുന്നു സമയം ചെലവഴിച്ചത്. ആ അന്വേഷണം ആ യഥാർത്ഥ ദേശഭക്തനായ ബാലനെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖയിൽ എത്തിക്കുകയായിരുന്നു. അവൻ തിരിച്ചറിഞ്ഞു, ഈ നാടിൻ്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഈ നാടിൻ്റെ ചരിത്രത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഏക പ്രസ്ഥാനം അത് സംഘമാണ് എന്നവൻ മനസ്സിലാക്കി. അങ്ങനെ നാട്ടിലെത്തി ബാലഗോകുലത്തിലും സംഘത്തിൻ്റെ ശാഖയിലും സജീവമാകുകയായിരുന്നു ആ കുട്ടി ചെയ്തു. അപ്പോഴൊക്കെ അച്ഛനോടും അമ്മയോടും ആ ആധുനിക അഭിമന്യു പറയുമായിരുന്നു, നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളെ നോക്കാനുണ്ടാവുമില്ല, നിങ്ങളുടെ എല്ലാ കാര്യവും ജ്യേഷ്ഠൻ ചെയ്തോളൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ ചോദിച്ചു, അതെങ്ങനെ? നീയുമില്ലാതെ, നീയും ജ്യേഷ്ഠനും ചേർന്ന് വേണം ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ നോക്കാൻ. ആ ബാലൻ എന്ന് പ്രായത്തിൽ കവിഞ്ഞ അറിവോടുകൂടി തിരിച്ചു ചോദിച്ചത്, അമ്മേ, നമ്മൾ ഇന്നീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ ഇന്നീ അനുഭവിക്കുന്ന സമാധാനം, ഇതൊക്കെ ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും ഉദ്ധം സിംഗിന്റെയും ഡോക്ടർ എഡുഗവാറിന്റെയും ഒക്കെ സമർപ്പണത്തിൽ നിന്ന് ലഭിച്ചതല്ലേ? അവരൊക്കെ അവരുടെ രക്ഷകർത്താക്കളെ നോക്കാൻ ജോലി തേടി സ്വന്തം കുടുംബം വളർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു അമ്മേ ഈ നാടിന്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് എന്നെയും അതേപോലെ ഭഗത് സിംഗിന്റെയും വിവേകാനന്ദ സ്വാമികളുടെയും ഡോക്ടർ ജിയുടെയും ഒക്കെ വഴിയിലൂടെ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ ഹൃദയപൂർവ്വം അനുവദിക്കണം എന്ന് 15-16 വയസ്സിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു ബാലനായിരുന്നു വിശാൽ. അങ്ങനെയാണ് അവൻ സംഘത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്തതും സംഘത്തിന്റെ പൂർണ്ണസമയ പ്രവർത്തകനാകാൻ ആഗ്രഹിച്ചത്. ഓരോ നിമിഷവും താൻ വിശ്വസിച്ച, താൻ കണ്ടെത്തിയ ഈ മാർഗത്തിന്റെ പവിത്രതയെ ആരാധിച്ചുകൊണ്ട്, പൂർവജന്മ സുഹൃതം കൊണ്ടാണ് എനിക്ക് ഈ പ്രവർത്തനത്തിൽ വന്ന് ഇടപെടാൻ കഴിഞ്ഞത് എന്ന സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു വിശാൽ ചെയ്തുകൊണ്ടിരുന്നത്. അത്തരമൊരു ത്യാഗി, യോഗിക്ക് തുല്യമായ ജീവിതശുദ്ധിയോടുകൂടി ഈ രാഷ്ട്രപ്രവർത്തനം ഏറ്റെടുത്ത ആ പ്രവർത്തകന്റെ വീരബലിദാനം, ആ ബലിദാനത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണ, അത് അത്യുജ്വലമാണ്. ആ പ്രേരണ ഏറ്റുവാങ്ങി വിശാൽ കൊളുത്തിവെച്ച ആ ദേശഭക്തിയുടെയും സമർപ്പണ ബോധത്തിന്റെയും അഗ്നിജ്വാലകൾ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നൂറുകണക്കിന്, ആയിരക്കണക്കിന് യുവാക്കൾ, വിദ്യാർത്ഥികൾ സജ്ജരായി മുന്നോട്ട് വരും. അങ്ങനെയൊരു സന്നദ്ധതയും പ്രവർത്തനവുമാണ് ധീരനായ, വീരനായ ആ അഭിമന്യുവിന്റെ, വിശാലിന്റെ ധീരസ്മൃതികൾക്ക് മുമ്പിൽ സമർപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ആദരാഞ്ജലി.